أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. കുറച്ചെടുക്കാം കേട്ടോ, റെക്കോർഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ 4 ഐറ്റം ഫീലുകളെ കുറിച്ചാണ് പറഞ്ഞത്: സഹീഹ്, മഹ്മൂസ്, മിസാല്, അജ്വഫ്, നാഖിസ്. ഇനി നമ്മളിന്ന് പറയാൻ പോകുന്നത് വലഫീഫുൻ മഫ്റൂഖുൻ. ലഫീഫ് മഫ്റൂഖ്, ലഫീഫ് മഫ്റൂഖ് പേര് നമുക്ക് മനസ്സിലാക്കാം. മഫ്റൂഖ് വേർപിരിക്കപ്പെട്ടത്. ലഫീഫ് എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ് വേർപിരിക്കപ്പെട്ടത്. നഹ്വേതുപോലെ വക്ക. ആ വക്ക എന്ന ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഫ ഫിഅലും ലാം ഫിഅലും മുഅ്തലാണ്. വക്ക ഐൻ ഫീല് ഖാഫ് അത് സ്വഹീഹാണ്. ഓക്കെ, വഖായത്തി, വഖായത്തി വിഖായത്തൻ. അതിന്റെ മസ്ദർ നോക്ക്, വിഖായത്തൻ ഫഹുവ വാഖിൻ. വവുഖിയ യൂഖ. വഖായത്തി എന്നുള്ളത് നമ്മൾ മിസാലിൽ പറഞ്ഞ ഒരു രൂപ അതിന് വരുന്നുണ്ട്. മിസാലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ മുളാറിൻ്റെയും കസ്രത്തിൻ്റെയും ഇടയിൽ വാവ് വരുമ്പോൾ പോകുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെ വാവ് പോയതാ. വഖായത്തി യൗഖി എന്നായിരിക്കും, യൗഖി, വാവ് പോയി. വിഖായച്ചൻ ഫഹുവ വാഖിൻ വവുഖിയ യൂഖ വിഖായച്ചൻ ഫഹുവ മൗഖിയുൻ. അൽ അംറു മിൻഹു ഖി. കണ്ടോ, അതിൻ്റെ അംറു നമുക്ക് ഒറ്റ അക്ഷരമുള്ളൂ, ഖി. വന്നഹിയു ലാ തഖി. ഓക്കെ, ക്ലിയർ അല്ലേ? ലഫീഫ് മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ ഫ ഫിഅലും ലാം ഫിഅലും മുഅ്തലായത്. അടുത്ത നോക്ക്, വലഫീഫുൻ മഖ്റൂനുൻ. പൊതിഞ്ഞു വരും. ലഫീഫ് മഖ്റൂൻ, അത് തന്നെ അന്യരിക്കപ്പെട്ടത്. മഖ്റൂന് അന്യരിക്കപ്പെട്ടത്, ഒപ്പമുള്ളത് എന്നാണ്. അപ്പൊ ഇതിലുള്ള ഇല്ലത്തിന്റെ അക്ഷരം ഒപ്പായിരിക്കും. നഹ്വേതുപോലെ ഖാവിയ. ഐൻ ഫീലും ലാം ഫീലും. ഖാവിയ, ഖാവിയ യഖ്വ. ഐൻ ഫീലും ലാം ഫീലും മുഅ്തൽ. ഖാവിയ യഖ്വ. ഖുവ്വതൻ ഫഹുവ ഖാവിൻ. ഇപ്പൊ നാക്കിസായതിൽ വന്ന റാമിൻ എന്ന് പറഞ്ഞില്ല, അതേപോലത്തെ സുഫൈലകടം. അപ്പോൾ ഇല്ലത്തിന്റെ അക്ഷരങ്ങള് ഫാവ് ഫീൽ വരുമ്പോൾ ഉള്ളത്, അതുപോലെ ഐൻ ഫീൽ വരുമ്പോൾ ഉള്ളതും ലാം ഫീൽ വരുമ്പോൾ ഉള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നിലും ഇല്ലത്തിന്റെ അക്ഷരം എവിടെയൊക്കെ വരുന്നോ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അപ്പൊ മിസാലിന്റെ ഇത് എവിടെ വന്നിട്ടുണ്ട്? മിസാലിൻ്റെത് ലഫീഫ് മഫ്റൂഖിൽ വന്നു, ഇവിടെ നാക്കിസിന്റെയും വന്നു. ഇവിടെ ലഫീഫ് മഖ്റൂന്റെ നാക്കിസിന്റെയും വന്നു. ഖവിയ യഖ്വ ഖുവ്വതൻ ഫഹുവ ഖാവിൻ വഖുവിയ മജ്ഹൂൽ യുഖ്വ ഖുവ്വതൻ ഫഹുവ മഖ്വിയുൻ. അൽ അംറു മിൻഹു ഇഖ്വ വന്നഹിയു ലാ തഖ്വ. തഖ്വ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതാണ്. ഇനി വമുളാഅഫുൻ. മുളാഅഫ് നഹ്വു മദ്ദ യമുദ്ദു മദ്ദൻ ഫഹുവ മാദ്ദുൻ. മദ്ദ മുളാഅഫ് എന്ന് പറയുമ്പോൾ ഐൻ ഫീലും ലാം ഫീലും ഒരേ അക്ഷരമായി വരുന്നത്. ഐൻ ഫീലും ലാം ഫീലും ഒരേ അക്ഷരം. മദ്ദ യമുദ്ദു മദ്ദൻ ഫഹുവ മാദ്ദുൻ. അതിന്റെ സ്മുഫൈൽ കണ്ടോ, മാദ്ദുൻ എന്നാണ്.
മുദ്ദ, അതിന്റെ മജൂര് നോക്ക്, മുദ്ദ. യുമദ്ദു മദ്ദൻ ഫഹുവ മംദൂദുൻ, അത് കുഴപ്പമില്ല. മഫൂല് മംദൂദുൻ അത് കറക്റ്റ് അതേപോലെ തന്നെ. അൽ അംറു മിൻഹു മുദ്ദ, അൽ അംറു മിൻഹു മുദ്ദ. വന്നഹിയു ലാ തമുദ്ദ. അവിടെ ഫക്കുൽ ഇദ്ഗാമി, ഇദ്ഗാം അഴിച്ചിട്ട് പറയുമ്പോൾ ഉംദുദ് എന്ന് പറയാം കേട്ടോ. മുദ്ദ എന്നുള്ളത് ഉംദുദ് അംറേ, ഇദ്ഗാം അഴിച്ചിട്ട് പറയുമ്പോൾ ഉംദുദ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫറ. ഫറ യഫിറു, ഫറൻ. മറ്റേത് മദ്ദ യമുദ്ദു എന്നാകുമ്പോൾ അംറ് മുദ്ദാന്നായിരുന്നു. ഇവിടെ ഫറ യഫിറു ഫറൻ ഫഹുവ ഫാറുൻ. ഫുറ യുഫറു ഫറൻ ഫഹുവ മഫ്റൂറുൻ. അൽ അംറു മിൻഹു ഫിറ, കണ്ടോ പിന്നെ അംറു നമുക്ക് ഫിറ. വന്നഹിയു ലാ തഫിറ. ഫക്കുൽ ഇദ്ഗാമി ഇഫ്രിർ, ഫക്കുൽ ഇദ്ഗാമി ഇഫ്രിർ. ഇദ്ഗാം അഴിച്ചിട്ട് പറയുമ്പോൾ ഇഫ്രിർ. മറ്റേത് മുദ്ദന്റെ ഉംദു എന്നായിരുന്നു, ഇവിടെ ഇഫ്രിർ. ഇദ്ഗാം അഴിച്ചിട്ടും പറയും. അപ്പോൾ ഇതാണ് മുളാഫ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞത് സ്വഹീഹാണ്. 2 സ്വഹീഹ് എന്ന് പറഞ്ഞാൽ എല്ലാ ലെറ്ററും ഒരേ എന്താണ് സ്വഹീഹായി വന്നു. 2 മഹ്മൂസ്, ഹംസ ഉള്ളത്. അത് ചിലപ്പോൾ ഫാ ഫീലാവാം, ഹംസ ഐൻ ഫീലാവാം, ലാം ഫീലാവാം. 3 മിസാല്, ഫാ ഫീല് മുഅ്തല്ലായി, ബാക്കി 2 സ്വഹീഹ്. വഅദ യഈദു, യസറ യയ്സിറു. 4 അജ്വഫ്, ഐൻ ഫീല് മുഅ്തല്ലായത്. അപ്പോൾ ബാക്കി 2 ഫാ ഫീലും ലാം ഫീലും സ്വഹീഹാണ്. ഖാല യഖൂലു, ബാഅ യബീഉ ഒക്കെ പോലെ. 5-മത്തത് നാഖിസുൻ, ലാം ഫീല് മുഅ്തല്ലായത്. ഫാ ഫീലും ഐൻ ഫീലും സ്വഹീഹാണ്, ലാം ഫീല് മാത്രം മുഅ്തല്ലായത്. ദഅ യദ്ഉ ദുആഅൻ ഫഹുവ ദാഇൻ പോലെ, റമാ യർമി പോലെ. പിന്നെ ലഫീഫുൻ മഫ്റൂഖുൻ, ഫാ ഫീലും ലാം ഫീലും മുഅ്തല്ലായത്. അപ്പോൾ ഐൻ ഫീല് സ്വഹീഹാണ്. വഖാ യഖി. പിന്നെ ലഫീഫു മക്റൂന്, ഐൻ ഫീലും ലാം ഫീലും മുഅ്തല്ലായത്. ഐൻ ഫീലും ലാം ഫീലും മുഅ്തല്ലായത്. ഖവിയ യഖ്വ. അപ്പോൾ ഇതിന്റെ ഫാ ഫീല് സ്വഹീഹാണ്. അതുപോലെ മുലാഅഫ്, മുലാഅഫ് എന്ന് പറഞ്ഞാൽ ഐൻ ഫീലും ലാം ഫീലും ഒരേ അക്ഷരം വരുന്നത്. ഐൻ ഫീലും ലാം ഫീലും ഒരേ അക്ഷരം വരുന്നത്. ഇപ്പൊ മദ്ദ യമുദ്ദു, ഫറ യഫിറു പോലെ. ക്ലിയർ അല്ലേ? തമ്മത്തിൽ കിത്ത, തമ്മ എന്നുള്ളത് മുലാഫാട്ടോ. തമ്മത്തിൽ കിതാബു ബിഔനില്ലാഹിൽ മലിക്കിൽ വഹാബ്. അള്ളാഹുവിന്റെ സഹായം കൊണ്ട്, മലിക്കായ വഹാബായ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് കിതാബ് പൂർണ്ണമായിരിക്കുന്നു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇത്ര എളുപ്പത്തിൽ പറയാനുള്ളത്. അജ്നാസ് സൂറ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നാളെ എക്സാം വെച്ചാലോ? 2 ദിവസം വേണം.
തിങ്കളാഴ്ച ആക്കാം അല്ലേ? ദിവസം നോക്കിക്കോട്ടെ അല്ലേ? തിങ്കളാഴ്ച എക്സാം ആക്കാം. പറഞ്ഞത് ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ സുലാസി മുജറദ്, ഫീലുകൾ സുലാസിയാണ്, മറ്റേത് റുബായിയാണ്. അതൊന്നിരിക്കെ സായിദ് ഉണ്ടാവുമ്പോൾ മസീദ് ഫിഹി ആവും, സായിദ് ഇല്ലെങ്കിൽ മുജറദ് ആവും. അപ്പോൾ സുലാസി മുജറദ്, സുലാസി മസീദ് ഫിഹി, സുലാസി മുജറദ്, സുലാസി മസീദ് ഫിഹി, റുബായി മുജറദ്, റുബായി മസീദ് ഫിഹി. സുലാസി മുജറദ് 5 ബാബാണ്. അത് ഒന്നാമത്തത് ഫഅല യഫ്ഇലു, 2 ഫഅല യഫ്ഉലു, 3 ഫഅല യഫ്അലു, 4 ഫഇല യഫ്അലു, 5 ഫഉല യഫ്ഉലു. ഈ 5 എണ്ണം. അതൊക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓരോ ഉദാഹരണങ്ങളും പഠിക്കാം. പിന്നെ നമ്മൾ അടുത്ത ചർച്ച വന്നത് സുലാസി മസീദ് ഫിഹിയാണ്. ഏത്? പറ. നല്ല, വെരി ഗുഡ്, നല്ല അംശം. ഹസിബ യഹ്സിബു എന്നുണ്ട്, ഹസിബ യഹ്സബു എന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ചെറിയൊരു കിതാബല്ലേ, ഇത് കഴിഞ്ഞിട്ട് അജ്നാസു കുബറുണ്ട്. അതിൽ സുലാസി മസീദ്, സുലാസി മുജറദ് ഷാദായ കുറച്ച് ബാബുകൾ കൂടി പഠിക്കും. 4 ഷാദായത്. ഇവിടെ നമ്മൾ 5 പറഞ്ഞു. ഇതിന് 5 നിയമാനുസൃതമായി കൂടുതലും വരുന്നതാണ്. ഇതിന് മുത്തരിദ് എന്ന് പറയാം. ഇനി ഷാദായ നാളും അതിൽ പറയുന്ന ഒന്നാണ് ഹസിബ യഹ്സിബു. കണക്ക് കൂട്ടുക എന്നുള്ള അർത്ഥത്തിന് വരുന്ന ഹസിബ. ഹസിബ യഹ്സബു ഉണ്ട്, തോന്നുക എന്നുള്ള ചെക്ക് യക്കീൻ്റെ ഫീൽഡിൽ വരുന്ന ഹസിബ യഹ്സബു ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ വരും. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൽ പറയും. 4 സുലാസി മുജറദ് തന്നെ 4 പറഞ്ഞു. അതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പറയാം. ഫഅല യഫ്അലു എന്നുള്ളത് തന്നെ. ഉദാഹരണം ഈ ഹൽക്കിൻ്റെ ലെറ്റേഴ്സ് അല്ലാതെ വരുന്ന ഫഅല യഫ്അലു, അബായ ഇബ പോലെ ഹൽക്കിൻ്റെ ലെറ്റർ ആകുമ്പോഴാണ് അത് മുത്തരിദായിട്ട് വരിക, ഐൻ ഫീലോ ലാം ഫീലോ. പിന്നെ ഒന്നാണ് ഫഇല യഫ്ഇലു, ഈ പറഞ്ഞ പോലെ ഹസിബ യഹ്സിബു 2. പിന്നെ മൂന്നാമത്തത് ഫഇല യഫ്ഉലു, ഫളില യഫ്ളുലു, ഫളില യഫ്ളുലു അങ്ങനെ വരും. 4മത്തത് ഫഉല യഫ്അലു, ഫഉല യഫ്അലു, കാദയക്കാദു, കവുദയക്ക് വധു എന്ന് വരിക. നമ്മൾ അതിൽ പഠിക്കാം, അതിൽ പറയാം. അപ്പം അങ്ങനെ 4 ഷാദായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സുലാസി മസീദ് ഫിഹി ഇതിൽ നമ്മൾ 14 ബാബായിട്ടാണ് പറയാം. ആ കിതാബിൽ 12 എന്ന് പറയാം. 2 ഇതിനോട് ചേർക്കപ്പെട്ട് എന്നുള്ള രൂപത്തിലാണ് പറയാം. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ദിവസം തന്നെ അത് തുടങ്ങും. അപ്പോൾ അമ്മ സുലാസിയുൽ മസീദ് ഫിഹി, സുലാസി മസീദ് ഫിഹി 14 ബാബാണ്. അത് 1 4 അക്ഷരമുള്ളത്, അഫ്അല ഫഅല ഫഅല. ഇതങ്ങനെ പഠിക്കുക. അതിനൊരു ഉദാഹരണവും പഠിക്കുക, സർഫാക്കുന്നതും പഠിക്കുക. പിന്നെ അതാണ് 5 അക്ഷരമുള്ളത്, തഫഅല, തഫഅല, ഇൻഫഅല, ഇഫ്തഅല, ഇഫ്അല്ല. 5 അക്ഷരമുള്ളത് 5. പിന്നെ 6 അക്ഷരമുള്ളത് അത് ഇസ്തഫ്അല, ഇഫ്അല, ഇഫ് ഔഅല, ഇഫ് അവല, ഇഫ് അൻലല, ഇഫ് അൻല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇങ്ങനെ 14. ഇത് സുലാസി മസീദ് ഫിഹി. ഇതിൽ കിതാബിൽ തന്നെ ഷോർട്ടായിട്ട് ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അത് പഠിച്ചാലും മതി. ഒക്കെ സ്വഹീഹിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടോ. മറ്റ് എന്താണ് മൊയ്ത്തല്ലായതാണെങ്കിലും അതുപോലെ മുലാഫ് ആണെങ്കിലും മഹ്മൂസ് ആണെങ്കിലും ഒക്കെ ഇതേ സ്ട്രക്ചർ തന്നെ വരിക. പക്ഷേ ചിലത് കളഞ്ഞു പോകും, ചിലത് മറിയും. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. റുബായി മുജറദ് 3. 1 റുബായി മുജറദ് 1 ദഹ്റജ ഫഅലല. റുബായി മസീദ് ഫീഹി 3. തഫഅലല യതഫഅലലു,
ഇഫ് അൻലല യഫ് അൻലിലു, ഇഫ് അലല്ല യഫ് അലില്ലു. പിന്നെ രണ്ടെണ്ണം ഫർ ആയിട്ട് വരുന്ന ബാബുകൾ തഫ അലയുടെ പിരിഞ്ഞുണ്ടാകുന്ന ഇഫ അല, അതുപോലെ തഫ അലയുടെ പിരിഞ്ഞുണ്ടാകുന്നത് ഇഫ അല, ഇഫക്കല, ഇസാഫല. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഭാഗം ഫീലുകൾ 7 കിസ്മുകളായിട്ട് ഇതിൽ പറഞ്ഞു. അത് നമ്മൾ മൊത്തത്തിൽ എണ്ണിയപ്പോൾ 8 മാറിയിട്ടുണ്ട്. സഹീഹ്, മഹ്മൂസ്, മിസാല്, അജ്വഫ്, ലഫീഫ് മഫ്റൂഖ്, ലഫീഫ് മഖ്റൂന്, അതുപോലെ മുളാഫായിട്ട് വരുന്നത്. ഒരു ബൈത്തുണ്ട്, സഹീഹുൻ വ മഹ്മൂസുൻ മിസാലുൻ വ അജ്വഫു ലഫീഫാനി മിൻഹാ നാഖിസുൻ വ മുളാഫു. സഹീഹ് എന്ന് പറഞ്ഞാൽ അസ്ലിയായ ലെറ്ററുകൾ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളൊന്നും ഇല്ലാതെ വരുന്നതിനാണ് സഹീഹ് എന്ന് പറയുക. മഹ്മൂസ് എന്ന് പറഞ്ഞാൽ അസ്ലിയായ ലെറ്ററിൽ ഒന്ന് എന്തായിട്ടുണ്ടാവും, ഹംസയായിട്ടുണ്ടാവും. മിസാൽ എന്ന് പറഞ്ഞാൽ ഫാവ് ഫീല് ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ടുണ്ടാവും. അജ്വഫ് ഐൻ ഫീല് ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ടുണ്ടാവും. നാക്കിസ് ലാം ഫീല് ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ടുണ്ടാവും. ലഫീഫ് മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ ഫാവും ലാമും ഇല്ലത്തിൻ്റെ അക്ഷരം. ലഫീഫ് മഖ്റൂൻ എന്ന് പറഞ്ഞാൽ ഐനും ലാമും ഇല്ലത്തിൻ്റെ അക്ഷരം ആയിട്ടുണ്ടാവും. പിന്നെ മുളാഫ് എന്ന് പറഞ്ഞാൽ ഐൻ ഫീലും ലാം ഫീലും ഒരേ അക്ഷരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറ. അങ്ങനെയും വരാം. മഹ്മൂസും മിസാലും ഫീലും മുഴുത്തല്ലാണ്. അതിൽ ഹംസി ഉണ്ടല്ലോ. ഇത് ബേസാണ്. ഒന്ന് തന്നെ ഇപ്പം എന്ത് ചെയ്യാൻ രണ്ടും വരാം. ഇപ്പോൾ സ്വഹീഹിലെ സ്വഹീഹ് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. മഹ്മൂസ് നാക്കിസിൽ വരാം, മിസാലിൽ വരാം. റഅ എന്നുള്ളത് നാക്കിസുമാണ് മഹ്മൂസുമാണ്. റഅ എന്നുള്ളത് നാക്കിസുമാണ്. ഓക്കെ, എന്നാ ഇവിടെ കണ്ടങ്ങൾ റമായർമി ഫഅല യഫ്ഇലു ഫിഇലുൻ നാക്കിസുൻ, സാമ യസൂമു ഫഅല യഫ്ഉലു ഫിഇലുൻ അജ്വഫു. അല്ലേ? അതിൻ്റെ ഏത് വസ്നാന്നാ പറഞ്ഞത്? സാമ യസൂമം ഫഅല യഫ്ഉലു, റമായർമിയാമു ഫഅല യഫ്ഇലു. അപ്പോൾ ഇതിലെ ബകാ യബ്കി ഫഅല യഫ്ഇലു, ഖശിയ യഖ്ശ ഫഇല യഫ്അലു, അബാ യഅബ ഫഅല യഫ്അലു, സ്വാന യസൂനു ഫഅല യഫ്ഉലു, നാമ യനാമു ഫഅല യഫ്അലു, സാറ യസീറു ഫഅല യഫ്ഇലു. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യണം, നമുക്കിങ്ങനെ മനസ്സിലാവും. ഏത്? അതെ അതെ, മഹ്മൂസും നാക്കിസുമാണ്. വറസ യരിസു എന്നാണ്. അത് ഫാവ് ഫീല് മുഴുത്തല്ലേ? ഫാവ് ഫീല് മുഴുത്തല്ല, ഏതാണ് വറസ. യരിസു എന്നുള്ളത് അതിന്റെ യരിസു മുതാരി കേട്ടോ. വഅദ യഈദു പറഞ്ഞ പോലെ. ഏതിന്റെ? യജുഫു, ജഫ യജുഫു, അതാണോ? എവിടെ? ഈ സ്ക്രീനിൽ കാണുന്നതാ? എവിടെ? ഏതില്? എവിടെ കാണുന്നു? യജുഫു, അത് ജഫ യജുഫു എന്നാണ്. ജഫ യജുഫു എന്നാണ്. യജുഫു എന്നില്ല, അവസാനം വാവാണ്, നാക്കിസാണ്. അനായ, അന എന്നുള്ളത് നാക്കിസാണ്. ലാമയലൂമു, ലാമ, ലാമയലൂമു, സാമയസൂമു പറഞ്ഞ പോലെ.
ലൗമില്ലേ, ലൗമ്, ആക്ഷേപം. അജുവഫാണ്. ഷാന യശീനു അജുവഫാണ്. ദക്ക മുലാഫാണ്. ദക്ക. അമ്മ യഉമ്മു മുലാഫാണ്. ബസ്സ യബുസു മുലാഫാണ്. വദ്ദ മുലാഫാണ്. ഖസ്സ യഖുസ്സു മുലാഫാണ്. അക്ക യഉക്കു മുലാഫാണ്. ക്ലിയർ അല്ലേ? നേരത്തെ ചോദിച്ച ഭാഗം ഇതുണ്ടാ. ഷാദിൽ കണ്ടോ? ഫഇല യഫ്ഇലു, ഹസിബ യഹ്സിബു ഹിസ്ബാനൻ, വഹുവ ഹാസിബുൻ. കണ്ടോ? അത് ഷാദിലാണ്. തുലാസി മുജറദിൽ വരുന്ന ഷാദായിട്ട് വരുന്നതാണ്. ക്ലിയർ അല്ലേ? യെസ്. ഈ രണ്ട് കിതാബും ശരിക്ക് പഠിക്കേണ്ട കിതാബാട്ടോ. സഞ്ചാൻ എന്ന ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സഞ്ചാനിൽ ഈ പറയപ്പെടുന്ന നിയമങ്ങളാണ് എന്ത് ചെയ്യുക, അതിൽ ക്ലിയറായിട്ട് കൂടുതൽ പറയാം. ആ നിയമമാണ് നമ്മൾ പഠിക്കുക. കൂടി കഴിഞ്ഞാൽ സർഫിൻ്റെ ഭാഗം എന്ത് ചെയ്തു, ഫൈനലായി.